ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യം. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈശോയുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ട വചനഭാഗമാണ്. വിശുദ്ധ യൗസേ പിതാവും മാതാവും കുഞ്ഞായിരുന്ന ഈശോയെ ദൈവത്തിനായിട്ട് സമർപ്പണം ചെയ്യുകയാണ്. ഈ വചനഭാഗം വായിക്കുമ്പോൾ സമർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെയും ആ സമർപ്പണത്തിലൂടെ ദൈവം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ വർഷിക്കുന്ന അനുഗ്രഹത്തെയും ഒന്ന് ധ്യാനിക്കാമെന്നാണ് കരുതുക. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി വിളിച്ചു അവരുടെ വിഷമം ഇപ്രകാരം പറയുകയാണ്. അവരുടെ മൂത്ത മകള് 14 വർഷമായ ഒരു പ്രേമത്തിൻ്റെ കുരുക്കിൽ അകപ്പെട്ടുപോയി. പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ഒരു ജോലിയൊക്കെ കരസ്ഥമാക്കി. വിവാഹത്തിന് സമയമായപ്പോൾ, വിവാഹ ആലോചനകൾ തുടങ്ങിയപ്പോൾ അവൾക്ക് ഒന്നിനോടും താല്പര്യമില്ല. അങ്ങനെയാണ് അവസാനം ഈ പെൺകുട്ടിയിൽ നിന്ന് അവരറിയുന്നത് 14 വർഷമായിട്ട് ഈ പെൺകുട്ടി ഒരു യുവാവുമായിട്ട് പ്രേമത്തിലാണ്. വേറെ തെറ്റായ തലങ്ങളിലൊന്നും ഈ ബന്ധം പോയിട്ടില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ പരസ്പരം സ്നേഹമുണ്ട്. വിവാഹം കഴിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം ഒന്നിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാം. എന്നാൽ 2 തലങ്ങളിലുള്ള ജീവിതമാണ്, 2 സമുദായങ്ങൾ, വ്യത്യസ്തങ്ങളായ ജീവിത അവസ്ഥകൾ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇത് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ അവസരത്തിൽ അവരുടെ വിഷമതകൾ പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ കർത്താവിന് കൊടുത്ത് സമർപ്പിച്ചാണോ വളർത്തിയത്? ഓരോ ദിവസവും ഈ സമർപ്പണം പുതുക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കർത്താവിനായിട്ട് സമർപ്പിക്കണം. ഇത് കർത്താവിൻ്റെതാണെന്ന് പറയണം. ഈ കുഞ്ഞ് ഓരോ കാലഘട്ടത്തിൽ വളർന്ന് വരും തോറും ഓരോ ദിവസവും മാതാപിതാക്കൾക്ക് പറയാൻ കഴിയണം, കർത്താവേ, ഇത് നിൻ്റെ കുഞ്ഞാണ്, നീ അതിനെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിന് ഈ ഒരു തെറ്റായ പ്രേമബന്ധത്തിൽ ചെന്ന് പതിക്കാൻ ഇടയാവുകയായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ ശക്തമായ രീതിയിൽ ഈശോയുടെ മുമ്പിൽ ഈ മകളെ കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞ് ജനിച്ച നാൾ മുതലുള്ള ഓരോ സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കർത്താവ്, ഇത് നിൻ്റെ കുഞ്ഞാണ്, നിനക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, അത്ഭുതമെന്ന് പറയട്ടെ, മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയിൽ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. ആ മാതാപിതാക്കൾ പറയുകയാണ്, ആദ്യ നാളുകളിലൊക്കെ ഒരിക്കലും മാതാപിതാക്കളെ വിളിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുമ്പോൾ ഇവൾ മാറി പോകുന്ന സ്വഭാവമായിരുന്നു. എന്നാൽ അവളിൽ മാറ്റം വരാൻ തുടങ്ങി. മാതാപിതാക്കളെ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. ഒരു തൊഴിലിൽ അവൾ വ്യാപരിക്കുമ്പോഴും അവൾ ഇപ്പോൾ വളരെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്നിട്ട് ഈ അടുത്ത സമയത്ത് ആ പെൺകുട്ടി മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചു കൊണ്ടുവരുന്ന ഒരു വിവാഹ ബന്ധം എനിക്ക് മതി. ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൾ നല്ലൊരു നിലപാടെടുത്തു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത് സമർപ്പണത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ദൈവത്തിനായിട്ട്, കർത്താവിനായിട്ട് നമ്മൾ എന്തൊക്കെ സമർപ്പിക്കുന്നുവോ അതൊക്കെ വലിയൊരു അഭിഷേകമായി, അനുഗ്രഹമായി, കൃപയായി മാറും. അതല്ലെങ്കിൽ കർത്താവിൻ്റേതല്ലാത്തതിനൊക്കെ പിശാച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസ്ലിയുടെ ലേഖനത്തിൽ പറയുന്നില്ല, അലറുന്ന സിംഹത്തെ പോലെ അവൻ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടതിനെ പിശാചിന് തൊടാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിനായിട്ട് സമർപ്പിച്ചതിനെ പിശാചിനെ നശിപ്പിക്കാനായിട്ട് പറ്റുകയില്ല. തെറ്റായ തലങ്ങളിൽ ആ വ്യക്തികളെ കൊണ്ട് അടിമപ്പെടുത്തുവാനായിട്ട് പിശാചിന് സാധിക്കുകയില്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 2-ാം അധ്യായം 15 വിവാഹമെന്ന കൂദാശയിലൂടെ 2 പേരെ ദൈവം ഒരുമിച്ച് ചേർക്കുന്നത് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായി തീർന്ന് ദൈവഭക്തരായ മക്കൾക്ക് ജന്മം കൊടുക്കുവാനാണ്. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുടുംബം അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം രൂപപ്പെടുന്നതാണ്. ജീവിത പങ്കാളികൾ ഈ ഒരു തിരിച്ചറിവുണ്ടായി അവർ തങ്ങളെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയണം.
കാരണം ഭാര്യയ്ക്ക് ഭർത്താവിനെ സമർപ്പിക്കാൻ കഴിയണം, ഭാര്യയ്ക്ക് തൻ്റെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കാൻ കഴിയണം, ഭർത്താവിന് തൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കാൻ കഴിയണം, അതുപോലെ തന്നെ ഭാര്യയെ കർത്താവിന് സമർപ്പിക്കാനായിട്ട് കഴിയണം. ഇങ്ങനെ പരസ്പരം അവർ സമർപ്പണം ചെയ്ത് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹമായിട്ട് മാറും. സങ്കീർത്തന പുസ്തകം 113:9 പറയുന്ന വചനം ഇപ്രകാരമാണ്: അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു, കർത്താവിനെ സ്തുതിക്കുവിൻ. വീണ്ടും സങ്കീർത്തനം 127 3 തിരുവചനം: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സമർപ്പിക്കുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ജോസഫ് ദാസനും അതുപോലെ ജീവായും ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് 12 വർഷമായിട്ട് മക്കളില്ലാത്ത ഒരവസ്ഥയിലൂടെ ദൈവം കടത്തിക്കൊണ്ടുപോയി. ഇത്രയും വർഷക്കാലം അവർ കാത്തിരിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും ഒരു കുഞ്ഞിന് വേണ്ടി അവർ ദാഹത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. 12ാമത്തെ വർഷമായപ്പോൾ ദൈവം ഒരു കുഞ്ഞിനെ അവർക്ക് നൽകി അനുഗ്രഹിച്ചു. ആ തിരിച്ചറിവ് അത് അനുഭവമായപ്പോൾ അവർ മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അവർക്ക് ലഭിച്ച കുഞ്ഞിനെ അവർ ദൈവത്തിനായിട്ട് സമർപ്പിച്ചിട്ട് ഓരോ ദിവസവും അവർ പ്രാർത്ഥിക്കും: ദൈവമേ, ഇത് നിൻ്റെ കുഞ്ഞാണ്, ഇത് നിൻ്റെ ദാനമാണ്, നീ ഇതിനെ കാത്തുകൊള്ളണമേ. അതുകൊണ്ടെന്താണ്, ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ നമുക്ക് സമർപ്പിക്കാനായിട്ട് തോന്നുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കുമ്പോൾ ഇത് ദൈവം തന്ന ദാനമാണ് എൻ്റെ ഭർത്താവ് എന്നുള്ള ചിന്ത വരുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിനായിട്ട് സമർപ്പിക്കാനായിട്ട് കഴിയും. ഭർത്താവിന് ഭാര്യയെ നോക്കുമ്പോൾ ഭാര്യ ഇത് താൻ തിരഞ്ഞെടുത്തതല്ല, ഇത് ദൈവം തന്നതാണെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ഭാര്യയെ സമർപ്പിക്കാനായിട്ട് കഴിയും. അങ്ങനെ കഴിയുമ്പോൾ ഈ ബന്ധങ്ങളിൽ പിശാച് കടന്നു വരികയില്ല. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകൾക്ക് എന്താണ് കാരണം? വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിശ്വസ്തതയും സ്നേഹവും വിശുദ്ധിയും പുലർത്തേണ്ട കുടുംബങ്ങളിൽ ഇന്ന് വഴിവിട്ട തകർച്ചകൾ പിശാച് കൊണ്ടുവരുവാൻ കാരണം എന്താണ്? അവർ തങ്ങളെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിക്കുന്നതിലുണ്ടായ പരാജയമാണെന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായം 12-ാം തിരുവചനം: ഇസ്രായേലിലെ ആദ്യജാതരെല്ലാം എനിക്കായി സമർപ്പിക്കുക. ഇസ്രായേലിലെ ആദ്യജാതരെയെല്ലാം എനിക്കായി സമർപ്പിക്കുക. ഈ അടുത്ത സമയത്ത് ഒരു സംഭവം എൻ്റെ മുൻപിൽ ഒരു സംഭവം ഇപ്രകാരമാണ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഭർത്താവ് ഗൾഫിൽ ജോലിക്ക് പോയി. ഇങ്ങനെ ഇരുന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭാര്യയെ ഭർത്താവ് അകാരണമായിട്ട് സംശയിക്കാനായിട്ട് തുടങ്ങി. ഭർത്താവ് നാട്ടിൽ വരുമ്പോഴൊക്കെ ഭാര്യയെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളുമാണ് എപ്പോഴും ഭാര്യയോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അറിയാത്ത ഒരു സംശയം രൂപപ്പെട്ടു. ഇത് പിശാച് കൊണ്ടുവന്നതാണെന്ന് ഈ സഹോദരിക്ക് അറിയാം. ഈ പെൺകുട്ടി, ഈ സഹോദരി വിശുദ്ധിയുടെ ജീവിതം നയിക്കുകയാണ്. ബാങ്കിൽ നല്ലൊരു ജോലിയുണ്ട്, വളരെ മനോഹരമായിട്ട് മക്കളെ നന്നായിട്ട് ദൈവവിശ്വാസത്തിൽ വളർത്തുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രമായിട്ട് തൻ്റെ ജീവിതത്തെ വിവാഹമെന്ന കൂദാശയിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു സഹോദരിയാണ്. അവളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവൾ അസ്വസ്ഥയാകാനായിട്ട് തുടങ്ങി, വിഷമിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴും ആ കുടുംബത്തിനും ഞാൻ പറയാനായിട്ട് എനിക്കിടയായത് ഈ സമർപ്പണത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഞാൻ അവരോട് പറഞ്ഞു: സഹോദരി, ജീവിത പങ്കാളിയെ, മക്കളെ ഈശോയ്ക്ക് സമർപ്പിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത്? അപ്പോഴവർ പറഞ്ഞു, അങ്ങനെ ആ ഒരു പ്രാർത്ഥനയും അങ്ങനെ ഒരു ചിന്താഗതിയൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നില്ല. പക്ഷേ ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബോധപൂർവം ഈ ഒരു കാര്യം കൂടെ ചെയ്യുക. ഇത് ദൈവം തന്നതാണ്. ഭർത്താവിനെ ദൈവമാണ് നിങ്ങൾക്ക് നൽകിയത്. ആ ഭർത്താവിനെ കർത്താവിന് കൊടുത്ത് സമർപ്പിച്ച് ഓരോ ദിവസവും പ്രാർത്ഥിച്ചാൽ ഭർത്താവിൻ്റെ ഉള്ളിലെ പിശാച് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംശയത്തിൻ്റെ ദുർഭൂതം വിട്ടുപോകും. പ്രിയമുള്ളവർ, ഈ സഹോദരി പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥന തുടങ്ങിയ ആദ്യ നാളുകളിലൊക്കെ ഈ മനുഷ്യനിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് കടന്നു വന്നത്. ഒരു സമയത്ത് ഈ സഹോദരിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. വർഷങ്ങളായിട്ട് മാനസികമായിട്ട് പീഡനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ, ദേഷ്യ സ്വഭാവം, മക്കളോട് പോലും സ്നേഹമില്ലാത്ത അവസ്ഥ. എന്നാൽ ഈ സഹോദരി ഇതൊക്കെ ഈ സഹനങ്ങളിലൂടെ, വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ഈ സമർപ്പണത്തിൽ നിന്ന് മാറിയില്ല. ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കും: ദൈവമേ, എൻ്റെ ഭർത്താവ് ഇത് നിൻ്റേതാണ്, നീ നിൻ്റേതാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഈ മനുഷ്യനെ ദൈവം രൂപാന്തരപ്പെടുത്തി. ഇന്ന് ആ കുടുംബം വലിയൊരു അനുഗ്രഹത്തിലും സമാധാനത്തിലും കഴിയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം അബ്രഹാത്തിനോട് പറയുകയാണ്: നിൻ്റെ ഏക പുത്രൻ ഇസഹാക്കിനെ എനിക്കായി മോറിയ മലയിലേക്ക് കൊണ്ടുപോയി സമർപ്പിക്കുക.
ബലിയായി നൽകുക. പ്രിയമുള്ളവരെ, അബ്രഹാത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ 2 സമർപ്പണങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുടുംബജീവിതം നയിക്കുന്നവർക്കും ഈ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അബ്രഹാം ചെയ്ത 2 സമർപ്പണം കുടുംബജീവിതത്തിൽ കടന്നു വരുന്നവരും ഇതുപോലെ സമർപ്പിക്കാനായിട്ട് കഴിയണം. അബ്രഹാം എന്താണ് ആദ്യമായിട്ട് ദൈവം അബ്രഹാത്തിനെ വിളിക്കുകയാണ്. ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുമ്പോൾ ഒന്നാമത്തെ സമർപ്പണം അബ്രഹാം ചെയ്യുകയാണ്. കാരണം തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് കാനാൻ ദേശം ലക്ഷ്യമാക്കി അബ്രഹാം യാത്ര ചെയ്യുകയാണ്. കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിലും ഒന്നാമത്തെ സമർപ്പണം ഇതാണ്. 2 ജീവിത തലങ്ങളിൽ, ജീവിത അവസ്ഥകളിൽ, കുടുംബങ്ങളിൽ കഴിഞ്ഞവർ അതെല്ലാം മാറ്റിക്കൊണ്ട് ദൈവം യോജിപ്പിക്കുന്ന ഒരു ജീവിത യാത്രയിലേക്ക് അവർ ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ സമർപ്പണം നടക്കുകയാണ്. അവിടെ സമർപ്പിക്കാനായിട്ട് കഴിയണം. അതല്ലാതെ പഴയത് മാത്രം, പഴയ ചിന്തകളും പഴയ മനോഭാവങ്ങളും പഴയ കുടുംബവും എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് നിലനിന്നാൽ അത് ഉപേക്ഷിക്കാതെ, അത് സമർപ്പിക്കാതെ, കർത്തൃസന്നിധിയിൽ അത് സമർപ്പിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാതെ ഇതിനെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകും, ഭാര്യ ഭർത്തൃബന്ധത്തിൽ അസ്വസ്ഥതകളുണ്ടാകും. പ്രിയമുള്ളവരെ, അബ്രഹാം ഒന്നാമത്തെ സമർപ്പണം നടത്തി. ഈ സമർപ്പണത്തിന് ശേഷമാണ് വീണ്ടും ദൈവം അബ്രഹാത്തിനോട് ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ സമർപ്പണം. അബ്രഹാമിനൊരു കുഞ്ഞ് ലഭിക്കുന്നത് തന്നെ 100-ാമത്തെ വയസ്സിലാണ്. ദൈവം മുൻപേ വാഗ്ദാനം കൊടുത്തു. എന്നാൽ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം സാറായിക്ക് 90 വയസ്സും അബ്രഹാമിന് 100 വയസ്സാകുമ്പോഴാണ് ദൈവം ഇസഹാക്കിനെ കൊടുക്കുന്നത്. വാർദ്ധക്യത്തിൽ ലഭിച്ച ഈ കുഞ്ഞിനെ ദൈവം ആവശ്യപ്പെടുകയാണ്, ഇതിനെ സമർപ്പിക്കുക. അബ്രഹാം യഥാർത്ഥത്തിൽ നിരുപാധികം ഈ കുഞ്ഞിനെ സമർപ്പിക്കാനായിട്ട് തയ്യാറായി കാണുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായം 12 വചനം പറയുകയാണ്, നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. ആ സമർപ്പണം ദൈവം സ്വീകാര്യമാക്കിയിട്ട് ആ കുഞ്ഞിനെ ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്, തിരിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഈ സമർപ്പണത്തിൻ്റെ ആ ഒരു മനോഭാവം നമ്മൾ കാണണം. 3 ദിവസം യാത്ര ചെയ്യുകയാണ്. ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് 3 ദിവസം യാത്ര ചെയ്ത് ആ ഇസഹാക്കിനെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൻ്റെ അത് സ്വീകരിച്ചുകൊണ്ട് ദൈവം അബ്രഹാത്തെ അനുഗ്രഹിക്കുന്നു, ഇസഹാക്കിനെയും അനുഗ്രഹിക്കുന്നു. അബ്രഹാം അത് സമർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അബ്രഹാം അനേകരുടെ പിതാവായി മാറുമായിരുന്നില്ല, അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് മാറുമായിരുന്നില്ല. അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചപ്പോൾ ഇസഹാക്കും അനുഗ്രഹമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ സാധാരണ ഒരു നാടോടിയായിട്ട് ഇസഹാക്കിൻ്റെ ജീവിതം അവസാനിക്കും. അബ്രഹാമിൻ്റെ ജീവിതവും ഒരു നാടോടിയുടെ അവസ്ഥയിൽ അവസാനിക്കും. എന്നാൽ അത് മറിച്ച് അബ്രഹാമും ഇസഹാക്കും ഇന്ന് ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ ഒരു ഭാഗമായി മാറുവാനും അനേകർക്ക് അനുഗ്രഹമാകുവാനും ഇടയായത് ഈ സമർപ്പണമാണ്. അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ പിന്നെ ധാരാളം സമ്പത്ത് കടന്നു വരുന്നു. അതിനേക്കാൾ ഉപരി രക്ഷകനെ ഈ ഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനായിട്ട് ഇസഹാക്കിൻ്റെ ആ ഗോത്രത്തെ പോലും ദൈവം സ്വീകരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഇസഹാക്ക് അനേകർക്കൊരു അനുഗ്രഹമായി മാറി. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹമാകണമെങ്കിൽ, ജീവിത പങ്കാളി അനുഗ്രഹമാകണമെങ്കിൽ ഇതുപോലെ സമർപ്പിക്കാനായിട്ട് കഴിയണം. ദൈവമേ, ഇത് എൻ്റേതല്ല, നിൻ്റേതാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, 12 വർഷക്കാലം ഒരു കുഞ്ഞില്ലാതിരുന്ന് ജീവിച്ച ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടായി, ഇത് ഞങ്ങളുടെ കഴിവോ മിടുക്കോ അല്ല, ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ഓരോ ദിവസം അവർ പ്രാർത്ഥിക്കും, ദൈവമേ, ഇത് നിൻ്റെ കുഞ്ഞാണ്. ഇന്ന് വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ തന്നെ ദൈവം മക്കളെ നൽകിയൊക്കെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ പലരും ഇതിൻ്റെ മഹത്വം തിരിച്ചറിയുന്നില്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇത് സമർപ്പിച്ചാലേ അത് കൂടുതൽ അനുഗ്രഹമായി മാറൂ എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച്, എൻ്റെ ഇഷ്ടമനുസരിച്ച് വളരണമെന്ന് വാശി പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ കർത്താവിന് സമർപ്പിക്കാതെ ലോകത്തിനായിട്ട് സമർപ്പിച്ച് ലോകത്തിലെ ഡിഗ്രികളും ലോകത്തിലെ സ്ഥാനമാനങ്ങളും ലോകത്തിലെ സമ്പാദ്യവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ ആ മക്കൾ അനുഗ്രഹമല്ല, തകർച്ചയായി മാറും, അസ്വസ്ഥതയായിട്ട് മാറും. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഇസഹാക്കിൻ്റെ ആ ജീവിതത്തിൽ ദൈവം അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് സമ്പന്നനായി മാറുന്നു. രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി ഇസഹാക്ക് മാറുന്നു, അനേകർക്ക് അനുഗ്രഹമായി മാറി. ഓരോ കുഞ്ഞിനെയും മാതാപിതാക്കൾ സമർപ്പിക്കുമ്പോൾ ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ സമ്പന്നനായിട്ട് മാറുന്നു, മറ്റുള്ളവർക്ക്
ഈശോയെ കാണിച്ചു കൊടുക്കുവാനായിട്ട്, രക്ഷാകര ചരിത്രത്തിൽ മറ്റുള്ളവർക്ക് യേശു ആകുന്ന രക്ഷയെ കൊടുക്കുവാനായിട്ട് അവരൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതിനേക്കാളുപരി അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു. സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മറ്റൊരു സംഭവം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 27-28 തിരുവചനങ്ങളിൽ ഹന്ന പറയുന്ന ഒരു വചനമുണ്ട്. നമുക്കറിയാം ഹന്ന ദീർഘനാളായി അവൾ പ്രാർത്ഥിക്കുകയാണ് ഒരു കുഞ്ഞിന് വേണ്ടി. അവസാനം ദൈവം ഒരു കുഞ്ഞിനെ നൽകുന്നു. സാമുവേൽ എന്ന ആ കുഞ്ഞിനെ നൽകി. സാമുവേൽ എന്ന പേര് ആ കുഞ്ഞിനെ അവൾ ഇടുന്നു. അതിനുശേഷം അവൾ ഈ കുഞ്ഞിനെ ലഭിച്ചു കഴിയുമ്പോൾ നേരെ ദേവാലയത്തിലേക്ക് ചെന്നിട്ട് പറയുന്ന ഒരു വചനമുണ്ട്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 27-28. അവൾ പറഞ്ഞു, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 2-ാം അധ്യായം 26 ഹന്ന സാമുവേലിനെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചതുകൊണ്ട് ഈ സാമുവേൽ എങ്ങനെയാണ് വളർന്നു വന്നത്? വചനം പറയുകയാണ്, 1 സാമുവേൽ 2:26. ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. മക്കൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരണമെങ്കിൽ ദൈവത്തിന് കർത്താവിനായി മക്കളെ സമർപ്പിക്കാനായിട്ട് കഴിയണം. ജോഷുവയുടെ പുസ്തകത്തിൽ 24-ാം അധ്യായം 15 ജോഷുവ എടുക്കുന്ന നിലപാടുണ്ട്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജോഷുവ തൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കർത്താവിനായിട്ട് സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് തിരുക്കുടുംബത്തിൻ്റെ സമർപ്പണത്തെ ഒന്ന് നമ്മൾ കാണാം. ഇന്ന് വചനത്തിൽ നമ്മൾ ആദ്യം വായിച്ച ആ വചനഭാഗത്ത് 2-ാം അധ്യായം ലൂക്കയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 22 മുതൽ 52 വരെയുള്ള വചനഭാഗങ്ങളിൽ തിരുക്കുടുംബ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായം 52 യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. പ്രിയമുള്ളവരെ, സമർപ്പണത്തിൻ്റെ അനുഗ്രഹമാണ് കുടുംബങ്ങൾ, സമൂഹങ്ങൾ, ചുറ്റുപാടുകൾ അനുഗ്രഹമാകുന്നത്. ഇന്ന് നമ്മുടെ കുടുംബം ഇന്ന് അനുഗ്രഹമാണോ? നിങ്ങൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം. നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം, ഇന്ന് ഞാനൊരു അനുഗ്രഹമാണോ? അനുഗ്രഹമല്ലാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ സമർപ്പണത്തിൻ്റെ കുറവാണ്. പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറും. സങ്കീർത്തനം 51:17 പറയുകയാണ്, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുന്നില്ല. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിച്ചാൽ നമ്മൾ നീതിയുടെ അനുസരണമുള്ളവരായിട്ട് വളരും. മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ള മക്കളായിട്ട് നമ്മൾ വളരും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 19 വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. ഈ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചിന്തിക്കണം, ഇന്ന് എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ, എൻ്റെ സമർപ്പിത ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തകർച്ചകൾ, അസ്വസ്ഥതകൾ, വിഷമതകൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സമർപ്പണത്തിൻ്റെ കുറവാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിക്കുക. അപ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. പിശാച് നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുകയില്ല. കാരണം അവനറിയാം ഇത് കർത്താവിൻ്റേതാണ്. മാതാപിതാക്കൾ ഓരോ ദിവസവും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട്, ദൈവമേ, ഈ കുഞ്ഞ് നിൻ്റേതാണ്. കുഞ്ഞിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, ഈ കുഞ്ഞ് നിൻ്റേതാണ്, ഈ കുഞ്ഞിനെ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലായിക്കൊള്ളട്ടെ, പാപത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലായിക്കൊള്ളട്ടെ, ദൈവം അവരെ സംരക്ഷിക്കും. പിശാചിന് അവരെ തകർക്കാനായിട്ട് പറ്റുകയില്ല. പിശാചിനകത്ത് അവരെ തിന്മകളിലേക്ക്, മദ്യത്തിൻ്റെ അല്ലെങ്കിൽ തെറ്റായ പ്രേമബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിവിട്ട വിശ്വാസത്തെ തകർത്ത് ഏതെങ്കിലും തിന്മകളിൽ ചെന്ന് വീഴാൻ സാധ്യതയുള്ള കെണി
കെണികളിൽ ഈ മക്കൾ വീഴാതിരിക്കുവാനായിട്ട് ഈ സമർപ്പണം അവരെ പൊതിഞ്ഞു നിൽക്കും. കാരണം പിശാചിനറിയാം, അവരെ പിടിക്കാൻ വരുമ്പോൾ പിശാചിനറിയാം ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. കാരണം ഇവൻ്റെ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ സമർപ്പണത്തിൻ്റെ വലയം ഈ മക്കളിൽ നിലനിൽക്കും. ഇതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലും. ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ എപ്പോഴും ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും പറയാൻ കഴിയണം, ദൈവമേ എൻ്റെ ഈ ഇത് നിൻ്റേതാണ്, നീ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭർത്താവ് വേറെ തലത്തിലുള്ള തെറ്റായ തലങ്ങളിൽ വീഴാതിരിക്കുവാൻ ഈ സമർപ്പണം ഭർത്താവിന് ഒരു കവചമായി നിൽക്കും. പിശാച് ഒരിക്കലും പിടിക്കുകയില്ല. ഭാര്യയെ അതുപോലെ തന്നെ ഭർത്താവിന് കഴിയണം, ദൈവം നൽകിയ ജീവിത പങ്കാളി ഭാര്യയെ അത് ദൈവത്തിൻ്റെ ദാനമാണ്, അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ ഇത് നിൻ്റേതാണ്, ഞാൻ നിനക്കായി സമർപ്പിക്കുന്നുവെന്ന് ഓരോ ദിവസവും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഭാര്യയെ തിന്മയുടെ തലങ്ങളിൽ വീഴാതിരിക്കുവാൻ ദൈവത്തിൻ്റെ സംരക്ഷണ വലയം കാത്തുകൊള്ളും. പിശാചിന് കടന്നു വരാൻ പറ്റുകയില്ല. ഈ സംരക്ഷണ വലയത്തെ തകർത്തുകൊണ്ടേ പിശാചിന് അവരെ തൊടാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം ഈ സംരക്ഷണ വലയം തകർക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഓരോ ദിവസവും ഈ സംരക്ഷണം വലയം സമർപ്പിക്കുമ്പോൾ ഈ സംരക്ഷണ വലയം ശക്തമുള്ളതായിട്ട് മാറും. പ്രിയമുള്ളവരെ, തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 12 പറയുന്നുണ്ട്, വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. നമ്മുടെയൊക്കെ മക്കളെ, കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇന്ന് എൻ്റെ മക്കൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജീവിക്കുന്ന ജീവിതങ്ങളാണോ? ഒരുപക്ഷെ മക്കൾ വളർന്നിട്ടുണ്ടാകാം, മക്കൾ വളർന്ന് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് അവരായിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ ജീവിക്കുന്നുണ്ടാകാം. ഈ മക്കളെ നിങ്ങൾ അവരുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം. അവരിന്ന് ദൈവസ്നേഹത്തിലാണോ, വിശുദ്ധിയിലാണോ, നന്മയിലാണോ, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ ഒരു വിശ്വാസ ജീവിതമാണോ നയിക്കുന്നത്? ഇല്ലെങ്കിൽ തിരിച്ചറിയണം, നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് ഇവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോ തന്നെ പറയുന്നുണ്ട്, മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ദൈവം നൽകുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിനായിട്ട് സമർപ്പിച്ച് വളർത്തണം. അതല്ലാതെ ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയ വലിയ ഡിഗ്രികൾ സമ്പാദിക്കുവാൻ, വലിയ ജോലികൾ പിടിച്ചു വാങ്ങുവാനായിട്ടൊക്കെ ദൈവത്തിൽ നിന്ന് മക്കളെ അകറ്റുമ്പോൾ, അല്ലെങ്കിൽ കുർബാനയില്ല, കൂദാശയില്ല, അതുപോലെ വേദപാഠ ക്ലാസ്സുകളില്ല, ഇതിൽ നിന്നൊക്കെ മക്കളെ ഇങ്ങനെ അകറ്റി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചിട്ടില്ല. ദൈവത്തിനായിട്ട് മക്കളെ സമർപ്പിക്കുമ്പോഴാണ് മക്കൾ അനുഗ്രഹമായിട്ട് മാറുന്നത്. ദൈവത്തിനായിട്ട് നാം എന്ത് തന്നെ സമർപ്പിച്ചാലും അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും, ഒരിക്കലും നഷ്ടമാവുകയില്ല. അബ്രഹാം ഇസ്ഹാക്കിനെ സമർപ്പിച്ചപ്പോൾ ആ സമർപ്പണത്തിൻ്റെ ആ തീഷ്ണത, ആ ശക്തി അത് അനുഗ്രഹമായിട്ട് മാറി. ഒരിക്കലും നഷ്ടം വരില്ല. നമ്മൾ എന്ത് ദൈവത്തിനായിട്ടൊന്ന് സമർപ്പിച്ച് നോക്കിയേ അതൊരിക്കലും നഷ്ടമാവുകയില്ല. ഇന്ന് പലപ്പോഴും നമ്മളെന്താണ്, ദൈവത്തിനായിട്ട് കൊടുത്താൽ എന്തെങ്കിലും നഷ്ടം വരുമെന്ന് വിചാരിച്ച് നമ്മൾ മക്കളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കാതെ ലോകത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്നവരുണ്ട്. മക്കളെ ലോകത്തിന് സമർപ്പിച്ച് വളർത്തുന്നവരുണ്ട്. കാരണം ലോകത്തിലെ നേട്ടങ്ങൾ കൈയടക്കണം. ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. അപ്പോഴാണ് മക്കൾ അനുഗ്രഹമായിട്ട് മാറുന്നത്. തിരുവചനത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 1 ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവും സജീവവുമായ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. സമർപ്പണമെന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട്, അധരങ്ങൾ കൊണ്ട് തീരുന്നതല്ല. ജീവിതം കൊണ്ട് നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കാൻ കഴിയണം. എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ ബന്ധങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റേതാണ്, കർത്താവിൻ്റേതാണെന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മൾ അതിനെ സമർപ്പിക്കുമ്പോൾ ആ ബന്ധങ്ങളിൽ, ആ മേഖലകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കും, വിശുദ്ധി നിറഞ്ഞു നിൽക്കും, കരുതൽ നിറഞ്ഞു നിൽക്കും, സ്നേഹം നിറഞ്ഞു നിൽക്കും. അതല്ലെങ്കിൽ എൻ്റേതാണെന്ന് നമ്മൾ എത്ര നേരം പറയുന്നോ അതനുസരിച്ച് പിശാച് നമ്മുടെ ജീവിതങ്ങളിൽ ആധിപത്യം പുലർത്തും. പലപ്പോഴും ഇന്ന് മനുഷ്യൻ അവൻ്റെ നേട്ടങ്ങളെപ്പോലും എൻ്റെ നേട്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്താണ്, കുറേ നാൾ കഴിയുമ്പോൾ ആ നേട്ടങ്ങളൊക്കെ തകർച്ചകളായിട്ട് മാറുന്നു. മാതാപിതാക്കൾ മക്കളെ എൻ്റെ മകൻ മറ്റുള്ളവരെക്കാൾ വലുതാകണം, എൻ്റെ മകൻ മറ്റുള്ളവരെക്കാൾ പ്രശസ്തനായിട്ട് മാറണം, എൻ്റെ മകൻ മറ്റുള്ളവരെക്കാൾ മിടുക്കനായിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നീ പല ആവർത്തി പറഞ്ഞ് എൻ്റേതെന്നുള്ള മനോഭാവത്തോടെ മക്കളെ വളർത്തുമ്പോൾ ആ മക്കൾ മൂലം നീ കണ്ണുനീര് വീഴ്ത്തേണ്ടി വരും. ആ മക്കൾ മൂലം നീ വേദനകൾ, അസ്വസ്ഥതകൾ, വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം, പ്രിയമുള്ളവരെ, എൻ്റേതായിട്ടൊന്ന് പറയുവാൻ എനിക്കായി ഒന്നുമില്ല.
എൻ്റേതല്ല, ദൈവത്തിൻ്റേതാണ്. സകലതും ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതം പോലും ദൈവത്തിൻ്റെ ദാനമല്ലേ? ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റേതെന്ന് ഞാനിന്ന് പറയുന്നതൊക്കെ അവൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകും, എളിമയുണ്ടാകും. ഈ സമർപ്പണം അതൊരനുഗ്രഹമായി, അഭിഷേകമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നത് അനുഗ്രഹമായി ജീവിത അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവത്തിനായിട്ട് സമർപ്പിക്കാതെ എൻ്റേതെന്നുള്ള മനോഭാവത്തോടെ ഞാൻ കൊണ്ടു നടക്കുന്നതൊക്കെ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ എനിക്ക് നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയണം. ഇന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നീ നിന്നെ തന്നെ സമർപ്പിക്കുക, നിൻ്റെ ജീവിതത്തെ എനിക്കായി സമർപ്പിക്കുക, നിൻ്റെ ജീവിത ബന്ധങ്ങളെ എനിക്കായി സമർപ്പിക്കുക. ഇന്ന് നിനക്കൊണ്ടെന്ന് നീ കരുതുന്നതിനെയൊക്കെ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞാൻ അതിനെ ആശീർവദിച്ച് അനുഗ്രഹമായി പകർന്നു തരും. 2 അപ്പവും 5 മത്സ്യവും ദൈവസന്നിധിയിൽ അവർ സമർപ്പിച്ചപ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറി. ഈ ദിനത്തിൽ നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സമർപ്പണം ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സമർപ്പണത്തിൻ്റെ മഹത്വവും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഈ ദിനത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കർത്താവെ, എല്ലാം നിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുമ്പോഴാണല്ലോ അത് നിൻ്റേതാണെന്ന് പറഞ്ഞ് അത് സമർപ്പിക്കുവാനായിട്ട് ഞങ്ങൾ രൂപാന്തരപ്പെടുന്നത്. ദൈവപിതാവേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളായിരിക്കുന്ന ജീവിതങ്ങളും നിൻ്റെ ദാനമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്കുള്ളതൊക്കെ ഈ ദിനത്തിൽ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ജീവിത അവസ്ഥകൾ, ഞങ്ങളായിരിക്കുന്ന ശുശ്രൂഷ മേഖലകൾ, ഞങ്ങളായിരിക്കുന്ന തൊഴിൽ മേഖലകൾ, ഞങ്ങളായിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഒക്കെ കർത്താവെ നിൻ്റെ കൃപയ്ക്കായി, കരുതലിനായി, നിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങളിന്ന് സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.